ഹലോ, ഇന്ന് നമ്മൾ +2 എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ഇതിലെ ഏതാനും ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. നമ്മൾ നോക്കുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഈ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പേ എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അതിന് 3 കാരണങ്ങളാണുള്ളത്. സെൻട്രൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യാനായിട്ട് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വിഭവങ്ങളോ ലിമിറ്റഡ് ആണുള്ളത്. ആൻഡ് ദ റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, റിസോഴ്സസിന് പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 കാരണങ്ങളാണ് സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാവാനും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോബ്ലംസിനെ വെച്ചിട്ട് നമുക്ക് മെയിനായിട്ടുണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് 3 പ്രോബ്ലംസാണ് ഒരു എക്കോണമിയിൽ ഉണ്ടാകുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, അതൊരു പക്ഷേ 3 പോയിൻറ്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കുക. ചിലപ്പോൾ 5 മാർക്കിനോ അതല്ലെങ്കിൽ അതിൽ 4 മാർക്കിനോ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ, അതായത് 2 പോയിൻറ്റ്സ് തന്നിട്ട് ചിലപ്പോൾ 2 മാർക്കുകൾ വെച്ചിട്ട് 4 മാർക്കുള്ള ക്വസ്റ്റ്യൻസായിട്ട് വരാം. അതല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായിട്ട് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. അപ്പം വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രോബ്ലം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്കോണമിയിൽ ഓരോ സൊസൈറ്റിക്കും തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. എവരി സൊസൈറ്റി വാണ്ട്സ് ടു പ്രൊഡ്യൂസ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? ആൻഡ് സിൻസ് റിസോഴ്സസ് ആർ സ്കേഴ്സ് ഓൾ ദീസ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് എന്നാണ്. എന്നാൽ വിഭവങ്ങൾ പരിമിതമായതിനാൽ ഇത് മുഴുവനായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പം, ഷുഡ് ഇറ്റ് ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം ഓർ ഡിഫൻസ് ഓർ എൻ്റർടൈൻമെൻറ്റ്, ഓൾ ദിസ് ഈസ് ഡിസൈഡഡ്. അപ്പോൾ അത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്നാണ്. വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നും തീരുമാനിക്കുന്നു. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന്. ഇത് പ്രോബ്ലം ഓഫ് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്, റിലേറ്റഡ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ദർ ആർ 2 types ഓഫ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ദേ ആർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ 2 തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ മോർ ലേബറേഴ്സിനെയും ലെസ് ക്യാപിറ്റലിനെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെങ്കിൽ മോർ ക്യാപിറ്റലും ലെസ് ലേബറുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് എന്നറിയോ? അവിടെയുള്ള അവൈലബിലിറ്റി ഓഫ് ലേബറും ലേബർ ആൻഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസുമാണ്. തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷനാണ്. ദറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്കവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്, അവർക്കിടയിലേക്കാണ് എങ്ങനെയാണ് ഈ റിസോഴ്സസ് വിതരണം ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻകം വിതരണം ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷനിൽ ലാൻഡിന് റെൻ്റായിട്ടും ലേബറിന് ക്യാപിറ്റലായിട്ടും ലേബറിന് വേജസ് ആയിട്ടും ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആയിട്ടും ഓർഗനൈസർക്ക് പ്രോഫിറ്റായിട്ടും ഡിവൈഡ് ചെയ്യപ്പെടുന്നതാണ്
ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യനാണ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ പറയാം. വിവിധ തരത്തിലുള്ള ഇക്കണോമിക് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം 3 ബേസിക് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. 3 പ്രധാനപ്പെട്ട എക്കണോമിക് സിസ്റ്റംസ്. ഒന്ന് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് ഇക്കോണമി ഉണ്ട്. ആ സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മിക്സഡ് ഇക്കോണമി. അങ്ങനെ 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ഇനി അവ ഓരോന്നും എങ്ങനെയാണ് ഈ സെൻട്രൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നതെന്നും കൂടെ ഓർത്തു വെക്കുക. ആദ്യത്തേത് സെൻട്രലി പ്ലാൻഡ് എക്കോണമീനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്കണോമി എന്ന് പറയുന്നത് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ അണ്ടർ ദ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും കൺട്രോളിലും വരുന്നതാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുന്നത്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ ഗവൺമെൻറ്റാണ് എന്താ പറയുക, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഉടമസ്ഥനായിരിക്കുന്നത്. എന്നാൽ അവിടെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്നു വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് നോട്ട് ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ പ്ലാനിങ് അതോറിറ്റി ഡിസൈഡ് ചെയ്യുന്നു വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് എന്ന്. അതാണ് ഒന്നാമത്തത്. പിന്നെ നമുക്കറിയാം ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആണെങ്കിൽ പ്രൊവൈഡിങ് വെൽഫെയർ ഓഫ് ദ പീപ്പിളാണ് അവരുടെ ലക്ഷ്യം എന്നറിയാം. അതുപോലെ തന്നെ പിന്നെ പബ്ലിക് സെക്ടറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുള്ള ഒരു എക്കോണമിയാണ് എന്നൊക്കെ ഓർത്ത് വെക്കുക. രണ്ടാമത്തത് മാർക്കറ്റ് എക്കോണമി അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമീൻ്റെ പ്രത്യേകത എന്താ? ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. സ്വകാര്യ വ്യക്തികൾക്കാണ് എല്ലാ ഉൽപ്പാദന ഉപാധികളുടെയും കൺട്രോൾ ഉള്ളത്. ഇനി ഈ സ്വകാര്യ വ്യക്തികളിൽ പിന്നെ ഇവരിൽ സെൻട്രൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് പ്രൈസ് മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൈസ് മെക്കാനിസം ഓർ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയും. എന്താണ് പ്രൈസ് മെക്കാനിസം അല്ലെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം? ഡിമാൻഡും പ്രൈസും സപ്ലൈയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്കു വേണ്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ പ്രൈവറ്റ് സെക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും അവരുടെ എയിം എന്താണ്, പ്രോഫിറ്റ് മോട്ടീവാണെന്നുള്ളതും ഓർത്തു വെക്കുക. പിന്നെ മിക്സഡ് എക്കോണമി ഉണ്ട്. നമുക്കറിയാം മിക്സഡ് എക്കോണമി ഈസ് എ മിക്സ്ചർ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം എന്നാണ്. 2 എക്കണോമികളും കൂടെ അതിൻ്റെ നല്ല ഗുണവശങ്ങൾ മാത്രം എടുത്തിട്ടുള്ളതാണ് മിക്സഡ് എക്കോണമി. ഒരേ സമയത്ത് സം ഓഫ് ദ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഗവൺമെൻറ് ആൻഡ് അതേഴ്സ് ആർ ടേക്കൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അതുപോലെ വെൽഫെയർ മോട്ടീവ് ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവും. അതേപോലെ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം ഉണ്ടാവും, പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത്. മിക്സഡ് ഇക്കോണമി. യെസ്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അനദർ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് 2 goods that an economy can produce with given technology and resources എന്നാണ്. ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ ചേരുവകളാണ്. ഇവിടെ 2 സാധനങ്ങളുണ്ട്. 2 സാധനങ്ങളായിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് എന്നാണ്. നമ്മളെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് 2 സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് കരുതുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സാധനങ്ങളുണ്ട്, ഗുഡ് 1ഉം ഗുഡ് 2ഉം. അതെന്ത് വേണമെങ്കിലും ആവാം, റൈസ് ആവാം, വീറ്റ് ആവാം. ഇവിടെ നമ്മൾ ഗുഡ് 1 ആൻഡ് ഗുഡ് 2 എന്ന് പറഞ്ഞു. ഗുഡ് 1നെ 0 യൂണിറ്റ് ആയ സമയത്ത് ഗുഡ് 2 14 ആണ്. ഗുഡ് 1 ആയിരുന്ന സമയത്ത് ഗുഡ് 2 12 ആണ്. ഗുഡ് 1 2 ആയിരുന്ന സമയത്ത് 9 ആണ്. ഇങ്ങനെ ഒന്നിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റൊന്നിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഏത്
ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളിൽ നമുക്ക് കാണുന്നത്. കാരണം എല്ലാ റിസോഴ്സസും നമ്മൾ ഗുഡ് 1 വേണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് 2 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ റിസോഴ്സസും ഗുഡ് 2 വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് 1 പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള പോയിന്റുകളായിട്ട് മാറി ഏറ്റവും അതായത് വൈ ആക്സിസിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് 0-14 എന്ന് മാർക്ക് ചെയ്ത് കാണാം. ആ 0-14 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എ പോസിബിലിറ്റിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 0 യൂണിറ്റ് ഓഫ് ഗുഡ് 1 ആകുമ്പോൾ 14 യൂണിറ്റ് ഓഫ് ഗുഡ് 2 അയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന്. അടുത്തത് 1 യൂണിറ്റിലേക്ക് അത് ആഡ് ചെയ്യുന്ന സമയത്ത് 0ൽ നിന്ന് 1ലേക്ക് വരുന്ന സമയത്ത് എന്താകുന്നു എന്നറിയോ? അവിടെ രണ്ടാമത്തെ ഗുഡിൻ്റെ അളവ് കുറയുന്നു. ഇവിടെ ഒന്നാമത്തേൻ്റെ അളവ് കൂടിയപ്പം രണ്ടാമത്തേൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അതുപോലെ 2 യൂണിറ്റ് ആയിരുന്ന സമയത്ത് 9 യൂണിറ്റായിട്ട് കുറഞ്ഞു. 3 യൂണിറ്റ് ആകുമ്പം 5 യൂണിറ്റായി കുറഞ്ഞു. ഇനി 4 യൂണിറ്റ് ആയപ്പോൾ മുഴുവൻ പൈസയും നമ്മൾ ഒന്നാമത്തെ സാധനത്തിന് ഉപയോഗിക്കുകയും രണ്ടാമത്തെ സാധനം തീരെ വാങ്ങാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവാണ് ഉള്ളത് എന്നുള്ളതും ഓർമ്മിക്കുക. ഓക്കെ. അപ്പോൾ പി പി സിനെ ഡിഫറെൻറ്റ് പോയിന്റുകളായിട്ട് കാണിക്കുന്ന സമയത്ത് സി എന്ന് പറയുന്ന പോയിന്റ് അൺഅറ്റൈനബിൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. അയാൾക്ക് തീരെ എത്തിപ്പെടാൻ പറ്റാത്ത അയാൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഒരു പോയിൻ്റായിട്ടാണ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ബി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഫുൾ ആൻഡ് എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ആണ്. അതാണ് നമ്മളുടെ പി പി സി എന്ന് പറയുന്നത്. അതിന് താഴെ എ എന്ന് പറയുന്നൊരു പോയിൻ്റ് എന്താണെന്നറിയോ? അണ്ടർ യൂട്ടിലൈസേഷനാണ് ഓഫ് റിസോഴ്സസ്. ദാറ്റ് ഈസ് മോർ യൂണിറ്റ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 ആർ അവൈലബിൾ എന്നാണ്. അതായത് വീണ്ടും ആൾക്ക് ഇനിയും വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളതാണത്. അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നുണ്ട് റൈറ്റ് വേർഡ് ഷിഫ്റ്റാണ് പി പി സി കർവ് എന്ന് പറയുന്നു. ഇനി പി പി സി എപ്പോഴെങ്കിലും റൈറ്റിലേക്ക് ഷിഫ്റ്റായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ പി പി സി ഷോസ് ദ ഗ്രോത്ത് ഓഫ് ദ എക്കോണമി എന്നാണ്. ഇനി എങ്ങാനും ലെഫ്റ്റ് വേർഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗൺവേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിക്രീസ് ഇൻ ദ റിസോഴ്സസ് ഓഫ് ദി എക്കോണമിയാണ് കാണുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണെന്ന് പി പി സി വരെയുള്ള ഈ ഭാഗങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് നമ്മുടെ ഓണം എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ, താങ്ക് യു.